ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. നേരെ സഫാരി മാളിലേക്കാണ് വന്നത്. സഫാരി മാളിൽ അത്യാവശ്യം നല്ല പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഈ റോസ് ബോട്ടിൽ ഈ റോസ് ചെടി വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഞാനിങ്ങനെ പ്ലാന്റ്സ് ഒക്കെ നോക്കി നടന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു സൈഡ് കുപ്പിയിൽ കുറേ ലിക്വിഡ്സ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ലിക്വിഡ്സ് വെച്ചേക്കുന്നത് കാണുന്നത് പ്ലാന്റ്സിൻ്റെ സെക്ഷനിൽ. അങ്ങനെ ആ ലിക്വിഡ്സ് എന്താണെന്ന് ഞാൻ നോക്കിയപ്പം അത് പ്ലാന്റ്സിന് വേണ്ട പ്രോട്ടീൻസ് ഒക്കെ വെച്ചേക്കുന്ന ലിക്വിഡ്സാണ്. ഇൻസെക്ട്സ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇല മഞ്ഞ കളർ പെട്ടെന്ന് വരത്തില്ല, ഇങ്ങനെ പഴുക്കുന്നത് ടൈപ്പ് ആവില്ല ഇല, അങ്ങനെ വരാതിരിക്കാൻ അങ്ങനെയുള്ള ലിക്വിഡ്സൊക്കെയാണ് ഈ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് സൺലൈറ്റ് കുറവാണെങ്കിൽ അതിനുള്ള പ്രോട്ടീൻസ് കാര്യങ്ങൾ. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കാണുന്നത്, പ്ലാന്റ്സിന് ഇങ്ങനെ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറേ പ്ലാന്റ്സ് വാങ്ങിച്ചു. എനിക്കിങ്ങനെ ഹാങ്ങിങ് ചെയ്തിരുന്ന പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്കൊരു ഓപ്ഷനില്ല ഹാങ്ങിങ് അങ്ങനെ ചെയ്തിടാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒന്നും വാങ്ങിച്ചില്ല. ബാമ്പു അല്ലാത്ത പ്ലാന്റുകൾ, സ്നേക്ക് പ്ലാന്റ്, അതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത്രയുമാണ് ഞാൻ വാങ്ങിച്ച പ്ലാന്റ്. അവിടെ അത്യാവശ്യം പോട്ട്സിന് കളക്ഷൻ ഉണ്ട്, പക്ഷേ സെറാമിക് പോട്ടിൻ്റെ കളക്ഷൻ വളരെ കുറവാണ്. പ്ലാസ്റ്റിക് പോട്ട്സാണ് കൂടുതലും ഉള്ളത്. ഇത്രയുമാണ് ഞാൻ വാങ്ങിച്ച ചെടികൾ. ഇതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് അവിടെ തന്നെ ദേപ്പുട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉച്ച സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ലഞ്ച് ദേപ്പുട്ടിൽ നിന്ന് കഴിക്കാമെന്ന്. പക്ഷേ ഭയങ്കര ക്യൂ ആയിരുന്നു. നമുക്ക് ടോക്കൺ തന്നിട്ട് നമ്മൾ അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ടോക്കണൊക്കെ എടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാണ് ലഞ്ച് കഴിക്കാനായിട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.